The set of all 1 by n sin 1 by n belongs to n has first option one limit point and it is 0, second option one limit point and it is 1, third option one limit point and it is minus 1. There are three limit points and these are minus 1, 0, 1. അങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ഇയർ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് എക്സാമിന് സാധാരണ നമുക്ക് 2 പാർട്ടുകളായിട്ടാണ്, ടോട്ടലി 3 പാർട്ടാണ് നെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. അതിൽ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് കോഴ്സ് ഓൺ ഗ്രൂപ്പ് കോഴ്സ് ചെയ്യുന്ന പല ആൾക്കാരും ഇതിലുണ്ടായിരിക്കും. അവർക്കറിയാം പാർട്ട് ബി എന്ന് പറഞ്ഞാൽ MCQ എന്ന് പറയും. അതായത് 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ മാത്രമേ ശരിയായിട്ട് വരുള്ളൂ. അതിപ്പോ ജാം എക്സാം ആയിക്കോട്ടെ, നെറ്റ് എക്സാം ആയിക്കോട്ടെ, അതിലൊക്കെ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ശരിയായി വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ പാർട്ട് സി എന്ന് പറയും നെറ്റ് എക്സാമിൽ, അതേപോലെ ജാം എക്സാമിൽ MSQ, അതായത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് MSQ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യനും കൂടെയാണ്. പാർട്ട് ബിയിൽ ഒരേ ഒരു ഓപ്ഷനേ ശരിയായിട്ട് വരുള്ളൂ. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. സോ നമുക്ക് ആൻസർ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളോട് ചോദിച്ചത് 1 by n sin 1 by n എന്നുള്ള സെറ്റ് എടുത്തു. അതായത് n മാറുന്നതിനനുസരിച്ചിട്ട് എനിക്ക് 1 by n sin 1 by n എന്നുള്ള ടേംസ് കിട്ടും. അതായത് ഇതിനെ നമുക്ക് എന്താക്കി ട്രീറ്റ് ചെയ്യാം, ഒരു സം x എന്നുള്ള സീക്വൻസ് ഡിഫൈൻ ചെയ്യാം. xn ഈസ് ഡിഫൈൻഡ് ബൈ ദ സീക്വൻസ് 1 by n 1 by n. ഈ റിയൽ അനാലിസിസിൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് റിയൽ അനാലിസിസിൽ ഒന്നിക്കലോ പല ആൻസേഴ്സും കൗണ്ടർ എക്സാമ്പിളിലൂടെ പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള ആൻസേഴ്സ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടലി നമ്മൾ പഠിച്ചിട്ടുള്ള പല റിസൾട്ടുകളും അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തുക. അതായത് ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, പക്ഷെ ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് പലതും ആൻസർ ചെയ്യാൻ പറ്റില്ല. പലതും നമ്മൾ പല പല റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ട്, മെയിൻ റിസൾട്ടുകൾ അല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ടുകൾ തിയറി സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. സീക്വൻസിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇനി സബ് സീക്വൻസ് അതേപോലെ സീരീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ കൂടുതലായിട്ട് റിസൾട്ടുകൾ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഏത് ഒബ്ജക്റ്റീവ് എക്സാം ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും ആ എക്സാമിലൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യന് സ്കോപ്പ് ഉള്ള ഒരു ഏരിയയാണ് സീക്വൻസ് ആൻഡ് സീരീസ്. അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് തെറോ ആവണമെങ്കിൽ നമുക്ക് ആ റിസൾട്ടുകൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് അത് എയിം ആവും കൂടി വേണം. ഓക്കെ, 1 by n sin 1 by n എന്നുള്ള സീക്വൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു സീക്വൻസിന് നമ്മൾ നേരത്തെ രണ്ട് സ്റ്റുഡൻസ് പറഞ്ഞതുപോലെ 1 by n ആണ്. n മാറുന്നതിനനുസരിച്ച് നമുക്ക് 1 by n എന്ന സീക്വൻസ് കിട്ടും. അതേപോലെ n മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മറ്റൊരു സീക്വൻസ് കിട്ടും sin 1 by n. അപ്പൊ xn എന്നുള്ള സീക്വൻസിനെ എനിക്ക് ഈ രൂപത്തിൽ an എന്നുള്ള സീക്വൻസ് 1 by n ആയിട്ടും bn എന്നുള്ള സീക്വൻസ് 1 by n ആക്കിയിട്ടും ഞാൻ എടുത്താൽ xn എന്നുള്ള സീക്വൻസിനെ എനിക്ക് എന്താക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം, xn ഈക്വൽ ടു an ഇൻറ്റു bn. xn എന്നുള്ളത് an ഉം bn ഉം അങ്ങനെ രണ്ട് സീക്വൻസിന്റെ പ്രൊഡക്റ്റുകൾക്ക് ഈക്വലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് പ്രൊഡക്റ്റ് സീക്വൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വല്ല റിസൾട്ടുകളും ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് നമ്മൾ ആലോചിക്കേണ്ടത്. അത്തരത്തിലുള്ള റിസൾട്ടുകൾ ഏതൊക്കെയെന്നുള്ളത്, അതിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലത്തെ റിസൾട്ട്, ഈ രണ്ട് റിസൾട്ടുകളുടെ അതായത് ഈ രണ്ട് സീക്വൻസിന്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കേണ്ടത്. an എന്നുള്ള സീക്വൻസ് എടുക്കുക, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an, അതെന്താ വരിക, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by that is equal to 0. That is an is a sequence which is converging to 0. And bn എന്നുള്ള സീക്വൻസിന്റെ പ്രത്യേകത എന്താ, bn എന്നുള്ളത് sin 1 by n. sin 1 by n എന്നുള്ള സീക്വൻസിന്റെ പ്രത്യേകത, സൈൻ എന്ത് നമ്പർ ആയാലും അയാള് ആർക്കിടയിൽ ബൗണ്ടഡ് ആണ്, -1നും 1നും ഇടയിൽ ബൗണ്ടഡ് ആണ്. സോ bn is sin 1 by n and sin 1 by n is less than or equal to 1 and greater than or equal to -1, which implies
sin 1 by n is bounded. Okay, so we have two sequences an and bn. First one, an converges to 0 and bn is a bounded sequence. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസൾട്ട് പറഞ്ഞിരുന്നു, if an is converges to 0 and bn is bounded, then an into bn converges to 0. So 1 by n into sin 1 by n എന്നുള്ള സീക്വൻസ് ഏത് പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും? 0 എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. So we have 1 by n into sin 1 by n is a sequence which is converges to 0. That means അതിന്റെ അർത്ഥം എന്താ? That is 0 is a limit of the sequence 1 by n sin 1 by n. നമുക്ക് ഗിവൺ ആയിട്ടുള്ള സീക്വൻസിന്റെ ഒരു ലിമിറ്റ് ആണ് 1 by n sin 1. So we can start this discussion of second question. The second question is given by limit n tending to infinity 2 raised to n plus 1 plus 3 raised to n plus 1 divided by 2 raised to n plus 3 raised to n equals. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, ആ സീക്വൻസിന്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലിമിറ്റുമായിട്ട് ഏതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ജാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ജാമിനും അതേപോലെ സീക്വൻസ് ആൻഡ് സീരീസ് നല്ലവണ്ണം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ രണ്ട് നമ്പേഴ്സിന്റെ പവർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 2 raised to n plus 1 3 raised to n plus 1 എന്നുള്ള ഒരു ടേമിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു സീക്വൻസിന്റെ റിലേറ്റഡ് ആയിട്ട് a raised to n, a എന്നുള്ള കോൺസ്റ്റന്റ് ആണല്ലോ ഇവിടെ ഒക്കെ വരുന്നത്. 2 raised to n plus 1 3 raised to n plus 1, n ആയാലും n plus 1 ആയാലും ഒന്നും നമുക്ക് ഇഷ്ടമില്ല. n ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ n plus 1 ഇൻഫിനിറ്റിക്ക് പോയിക്കോളും, ഒന്നുമില്ല. a raised to n plus 1 a raised to n എന്നുള്ള ഒരു രൂപത്തിലാണ്. a എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതോ ഒരു റിസൾട്ട് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു തിങ്കിങ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഗിവൺ കോൺസ്റ്റന്റ് എഴുതും. ലിമിറ്റ് n tending to infinity 2 raised to n plus 1 plus 3 raised to n plus 1 divided by 2 raised to n plus 3 raised to n, that is equal to. സോ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ 2/3 എന്നുള്ള ഒരു ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന അറേഞ്ച്മെന്റ് ലിമിറ്റ് n tending to infinity ന്യൂമറേറ്ററിന് 3 raised to n plus 1 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുക. അപ്പൊ 3 raised to n plus 1 ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടേം ആരായിട്ട് മാറും? 2/3 the whole power n plus 1 വരും. രണ്ടാമത്തെ ടേം 1 ആയിട്ടും മാറും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് ഇതേപോലെ 3 പവർ n ഔട്ട്സൈഡ് എടുക്കുക. അപ്പൊ എന്ത് വരും? 2/3 the power n plus 1. Now this will be equal to limit n tending to infinity 3 raised to n plus 1 എന്ന് പറഞ്ഞാൽ 3 raised to n into 3 ആണ്. ആ 3 raised to n ക്യാൻസൽ ചെയ്താൽ 3 വരും. ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആൻസർ ചെയ്താം. 3 into 2/3 ലിമിറ്റ് എങ്ങോട്ട് പോകും? 2/3 മോഡ് ലെസ് ദാൻ 1 ആണ്. സോ മോഡ് a power n will be converges to 0. അപ്പോൾ ന്യൂമറേറ്ററിൽ ആരാ വരിക? 0 plus 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും അതേപോലെ വരും. എന്നും n plus 1 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം n ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ n plus 1 ഇൻഫിനിറ്റിക്ക് പോകും. അപ്പൊ ന്യൂമറേറ്ററിൽ n. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് an എന്നുള്ളത് bn plus 1 ഡിവൈഡഡ് ബൈ bn ഉം b1 1 b2 1 bn plus 2 എന്നുള്ളത് bn plus bn plus 1 ആണെങ്കിൽ an ലിമിറ്റ് എന്താണെന്നുള്ളതും അതിന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. എങ്ങനെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഒബ്സർവേഷനിലൂടെ നമ്മൾ ഏതൊക്കെ ലിമിറ്റ് ആവൂല, ഏതൊക്കെ ലിമിറ്റ് ആവാനുള്ള ചാൻസ് എന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ച് an-കളുടെ വാല്യൂസ് നോക്കിയിട്ട് അത് ഏത് പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിന്റെ ഒരു ആൻസർ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ an is equal to bn plus 1 by bn ഉം b1 is equal to b2 is equal to 1 ഉം bn plus 2 is equal to bn plus bn plus 1 ആകുന്ന സമയത്ത് an ന്റെ ലിമിറ്റ് എന്ത് എന്നുള്ളതായിരുന്നു.
ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു ഡിസ്കഷൻ നമ്മൾ ചെയ്തു. ഇനി അതിന്റെ തിയററ്റിക്കൽ ആൻസർ എങ്ങനെ, എക്സാക്ട്ലി അതിന്റെ ഒരു ആൻസർ അത് തന്നെയാണെന്നുള്ളത് തിയററ്റിക്കലി എങ്ങനെ കൺക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ തിയററ്റിക്കലി നമ്മൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ അറ്റൻഡ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an ആണ് ചോദിച്ചത്. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. an എന്നുള്ളത് മറ്റു ഒരു സീക്വൻസ് bn എന്നുള്ള സീക്വൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് an എന്നുള്ള സീക്വൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ bn എന്നുള്ള സീക്വൻസിന്റെ പ്രത്യേകത എന്താ? bn പ്ലസ് 2 is equal to bn പ്ലസ് bn പ്ലസ് 1 എന്ന് പറഞ്ഞാൽ bn എന്നുള്ളത് ബാക്കി സീക്വൻസിന്റെ തൊട്ടടുത്ത ടേമുകൾ വെച്ചിട്ട് ഡിഫൈൻ ചെയ്തതാണ്. ഇത്തരം ഡെഫിനിഷൻസിനെ നമ്മൾ റെക്കേഴ്സീവ് സീക്വൻസിൽ ഡെഫിനിഷൻ എന്ന് പറയും. നമ്മൾ an പ്ലസ് 2 കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ an കാണാനൊക്കെ തൊട്ട് മുന്നത്തെ മറ്റൊരു സീക്വൻസിന്റെ ബിഹേവിയർ ഉപയോഗിച്ചിട്ട് an മൈനസ് 1ന്റെ an ന്റെ ഒക്കെ ബിഹേവിയർ ഉപയോഗിച്ചിട്ട് ഇത്തരം എക്സ്പ്രഷൻസിലൂടെ നമ്മൾ സീക്വൻസ് ഫൈൻഡ് ചെയ്യുന്നതിന് റെക്കേഴ്സീവ് ഡെഫിനിഷൻ എന്ന് പറയും. അപ്പോൾ bn എന്നുള്ള ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ഒരു റെക്കേഴ്സീവ് ഡെഫിനിഷൻ, ഒരു റെക്കേഴ്സീവ് സീക്വൻസ് ഫോർമുലയും തന്നിട്ടുണ്ട്. അതൊക്കെ കൂടി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് an-ന്റെ ലിമിറ്റ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് an-ന്റെ ലിമിറ്റ് കാണാനാണ്. an എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്? bn പ്ലസ് 1 ബൈ bn-ന് ഈക്വൽ ആണ്. Then what about an plus 2? Sorry, an plus 1. an plus 1 will be equal to an ആകുന്ന സമയത്ത് bn plus 1 by bn ആയതുകൊണ്ട് an plus 1 ആകുന്ന സമയത്ത് n-ന്റെ സ്ഥാനത്ത് n plus 1 വരും. അപ്പോൾ ന്യൂമറേറ്ററിൽ bn plus 2 വരും, ഡിവൈഡഡ് ബൈ bn plus 1 വരും. എന്തിനാണ് ഈ ഒരു ഡെഫിനിഷൻ കാണുന്നത് അല്ലെങ്കിൽ an plus 1 കാണുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളോട് ചോദിച്ചത് ലിമിറ്റ് an എന്താന്നുള്ളതാണ്. ലിമിറ്റ് an കാണുന്നതിന് പകരം നമുക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്താലും മതി, ലിമിറ്റ് an പ്ലസ് 1 ഇവാലുവേറ്റ് ചെയ്താലും മതി. an പ്ലസ് 1ന്റെ ലിമിറ്റും an-ന്റെ ലിമിറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. n പ്ലസ് 1 ഒരു ടേം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിർദ്ദേശിച്ചിട്ട് ലിമിറ്റിന്റെ വാല്യൂന് ചേഞ്ച് ഒന്നും വരില്ല. സോ ലിമിറ്റ് an ഈസ് ഈക്വൽ ടു ലിമിറ്റ് an പ്ലസ് 1 ആണ്. അപ്പൊ an-ന്റെ ലിമിറ്റ് കാണുന്നതിന് പകരം നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്താലും മതി? an പ്ലസ് 1ന്റെ ലിമിറ്റ് ഫൈൻഡ് ചെയ്താലും മതി. ഇനി an പ്ലസ് 1ൻ്റെത് കാണാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് an പ്ലസ് 1 ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ആരാ വരുന്നത്? bn പ്ലസ് 2. ഈ ഒരു ടേം ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ആൻഡ് വി ഹാവ് എ recursive definition formula for bn which is bn plus 2 is bn plus bn plus 1. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ an plus 1 എന്നുള്ള ലിമിറ്റ് കാണുന്നത്. an plus 1 കാണുമ്പോൾ ഇവിടെ bn plus 2 ന്യൂമറേറ്ററിൽ വരികയും bn plus 2ന് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? bn plus bn plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ സിൻസ് bn plus 2 is equal to, since bn plus 2 equal to bn plus bn plus 1, let it be some equation 1, then 1 will implies an plus 1 equal to bn plus 2 നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് bn plus 1 plus bn whole divided by bn plus 1. ഇനി bn plus 1 നെ നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് ടേം കൊണ്ടും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടേം 1 പ്ലസ് വരും, സെക്കൻഡ് ടേം bn ഡിവൈഡഡ് ബൈ bn പ്ലസ് 1 വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ bn പ്ലസ് 1 ബൈ bn. bn-നെ ഡിനോമിനേറ്ററിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് bn പ്ലസ് 1 ബൈ bn-ന്റെ റെസിപ്രോക്കലിന് ഈക്വൽ ആണ് bn ഡിവൈഡഡ് ബൈ bn പ്ലസ് 1 എന്ന് വരാം. ആൻഡ് ഇങ്ങനെ എഴുതാനുള്ള കാരണം നമ്മുടെ കയ്യിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്. an എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? bn പ്ലസ് 1 ബൈ bn-ന് ഈക്വൽ ആണ് താനും. ഓക്കെ, സോ bn പ്ലസ് 1 ബൈ bn-നെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? 1 പ്ലസ് 1 ബൈ an ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് an പ്ലസ് 1. Therefore, we have an plus 1 is equal to 1 plus 1 by an. ഇനി നമ്മൾ രണ്ട് സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n tending to infinity an plus 1 equal to limit n tending to infinity 1 plus 1 by an. സോ നമ്മളെ കയ്യിൽ അവസാനമായിട്ട് നമ്മൾ എഴുതിയത് ലിമിറ്റ് n tending to infinity an plus 1 എന്തിന് ഈക്വൽ ആണെന്നാണ്.
limit n tending to infinity 1 plus 1 by an in equal ആണ്. And let limit n tending to infinity an equal to some L. an ന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് L എന്നുള്ളൊരു ക്വാണ്ടിറ്റി ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ an പ്ലസ് വണ്ണിന്റെ ലിമിറ്റും എന്തിനായിട്ട് മാറും? L ആയിട്ട് മാറും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ L വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? 1 പ്ലസ് 1 ബൈ L. ദിസ് വിൽ ബി implies L സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് L. ടോട്ടലി L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് L സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് L എന്ന് വരും. ദിസ് വിൽ implies L സ്ക്വയർ മൈനസ് L പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. And this is a second degree equation in L. Therefore, we have L is equal to 1 plus or minus root 5 whole divided by 2. നമുക്ക് ഒരു ഇക്വേഷൻ എന്നാൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്നുള്ള റിസൾട്ട് വെച്ചിട്ട് അതിൻ്റെ റൂട്ട് കാണാം. മൈനസ് ബി ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 വരും. മൈനസ് ഓഫ് മൈനസ് 1 ബി മൈനസ് 1 ആണ്. മൈനസ് ഓഫ് മൈനസ് 1 1 വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ഈസ് 1. b is minus 1, therefore b square is 1. 1 minus 4ac. 4ac, a value is L square ന്റെ coefficient വരും 1 and c is constant. Sorry, here constant is minus 1. c is minus 1, therefore 1 minus 4 which is 1 plus 4. 1 plus 4 വരും, root 5 വരും, whole divided by 2 into a. 2a is 1, therefore 1 plus or minus root 5 by 2 എന്നുള്ളതാണ് നമുക്ക് ലിമിറ്റ് ആയിട്ട് കിട്ടുക. ഇനി എല്ലിനുള്ള ചാൻസ് എന്തൊക്കെയുണ്ട്? എല്ല് ഒന്നിക്കലോ 1 പ്ലസ് റൂട്ട് 5 ബൈ 2 ആവാം, ഓർ എൽ ഈസ് ഈക്വൽ ടു 1 മൈനസ് റൂട്ട് 5 ബൈ 2 ആവാം. 1 മൈനസ് റൂട്ട് 5 ഹോൾ ഡിവൈഡഡ് ബൈ 2. ആൻഡ് വാട്ട് അബൌട്ട് റൂട്ട് 5? root 5 is always greater than 1. root 5 ന്റെ വാല്യൂ greater than 1 ആണ്. therefore this will be less than 0. ഈ ഒരു ക്വാണ്ടിറ്റി 0നെക്കാട്ടും ചെറുതായിരിക്കും. പക്ഷെ നമുക്ക് an ന് ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. an is equal to bn plus 1 by bn and b1 b2 ഇവര് രണ്ടാളും എന്താണ്? 1 ആണ്. സോ bnകൾ എന്താണ്? പോസിറ്റീവ് ടേം സീക്വൻസ് ആണ്. bn is always greater than or equal to 0. Therefore, an is a sequence containing positive term. an will be greater than or equal to 0 for all n. Hence, limit of an, positive term sequence in the limitum എന്തായിരിക്കും? greater than or equal to 0 ആയിരിക്കും. Therefore, this case is not possible. 1 minus root 5 by 2 is not possible. Hence, L is equal to 1 plus root 5 whole divided by 2. Okay. So we have the limit L is equal to 1 plus root 5 whole divided by 2. And hence the answer is fourth option. Okay. Thank you.